ഹായ് ഹലോ സ്റ്റാർ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിലുണ്ടാകുന്ന മഞ്ഞ കളറ് അല്ലെങ്കിൽ ചെത്തൽ, ഭക്ഷണം കഴിച്ചതിൻ്റെ അംശം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്, അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്ത് കളയാം, സിമ്പിളായിട്ട് എങ്ങനെ റിമൂവ് ചെയ്ത് കളയാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോയാണ്. ഇതിൽ തന്നെ കാണും വേണ്ടത് ഒരു ചെറുനാരങ്ങ, പിന്നെ നമുക്ക് പേസ്റ്റ്, പിന്നെ വേണ്ടത് ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിടെ പല്ലിൽ ഭക്ഷണത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ഒരു പിന്നൊക്കെ ഉപയോഗിച്ച് നമ്മളത് കുത്തിക്കളയണം. അപ്പോൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അത് മോണയിലൊക്കെ കൊണ്ട് ചിലപ്പോൾ ചോരയൊക്കെ ഉണ്ടാവും, വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പല്ലിൽ കുത്തുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളത് കുത്തിയെടുക്കാൻ കളയാനായിട്ട്. അതിന് ശേഷം നമുക്കിതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി മതിയായിരിക്കും കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കാൻ നേരത്ത് അത് പല്ലിലൊക്കെ കൊണ്ട് മോണിൽ നിന്ന് ചിലപ്പോൾ ചോര വരാൻ ചാൻസ് ഉണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് തേക്കാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടിങ്ങനെ തീരെ നൈസായിട്ട് എന്നോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് എന്നോണം ചെറുനാരങ്ങയുടെ നീരും മിക്സ് ചെയ്യുക. 2-3 ഡ്രോപ്പ് മതി കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ബ്രഷ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റ് തന്നെയാണ് ഇതിനും എടുക്കുന്നത്. ആ പേസ്റ്റ് നമുക്ക് എന്തോരമാണോ വേണ്ടത്, സാധാരണ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്രയും തന്നെ മതി കേട്ടോ. ആ പേസ്റ്റും കൂടി കുറച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് മിക്സിലേക്ക് യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് കണ്ടോ, വീഡിയോ കണ്ടോ, അത്രയും മതി കേട്ടോ പേസ്റ്റ്. അതും കൂടി ഉപയോഗിച്ച് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സാധാരണ 5 മിനിറ്റാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എങ്കിലും ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുതൽ ബ്രഷ് ചെയ്യുക. എന്നാലാണ് നമുക്ക് ആ പല്ലൊന്ന് ക്ലീൻ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കാരണം ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഇത് വെച്ച് ബ്രഷ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കടെ പല്ല് ക്ലീനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം. ഇതാണ് മിക്സ്. അപ്പോൾ വെയിറ്റ് കണ്ടോ, ഇതാട്ടോ പല്ല് ബ്രഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയാണ്. പല്ല് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100-500 രൂപ എന്തായാലും നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.